മഴ പെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ മഴയത്ത് നടക്കുമ്പോൾ കരയുന്നത് ആരും കാണുന്നില്ലല്ലോ. ഇങ്ങനെ പ്രസ്താവിച്ചത് ലോകപ്രസിദ്ധനായ ചാർലി ചാപ്ലിനാണ്. ഇവിടെ ഒരാൾ തൻ്റെ സഹനങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ മനുഷ്യരുടെ മുമ്പിൽ കരയാതെ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുമ്പോൾ ദൈവം ആ കരച്ചിൽ നന്മയാക്കി അനുഗ്രഹമാക്കി മാറ്റുന്നുവെന്ന് മാത്രമല്ല, അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളായി ആ മനുഷ്യനെ ഉപയോഗിക്കുകയും ചെയ്യും. തീപിടിച്ചവരുടെ ഈ പുതിയ എപ്പിസോഡിൽ തൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ബ്രദർ ജെയിംസ് ഫെർണാണ്ടസ്, ശക്തികുളങ്ങര, കൊല്ലം. ജെയിംസ് ചേട്ടാ, സ്വാഗതം. നന്ദി. ജെയിംസ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളുണ്ടെന്നറിയാം. പൊതുവിൽ ഇന്നും മനുഷ്യർക്ക് ഈ സങ്കടങ്ങളുടെ കഥകളൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒരു അടിച്ചു പൊളിച്ച് അങ്ങനത്തെ ഒരു സ്റ്റൈലാണല്ലോ, ലോകം അങ്ങനെയാണല്ലോ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില കണ്ണുനീരിൻ്റെ ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ, അത് കേൾക്കാൻ തയ്യാറായാൽ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം ലഭിക്കുവാൻ, ഒരു കരുത്ത് ലഭിക്കാൻ അത് കാരണമായി തീരും. ജെയിംസ് ചേട്ടനൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് എനിക്കൊന്ന് 2-3 ബോട്ടുകളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന 2 ബോട്ടുണ്ട്. 2 ബോട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അല്പം നല്ല സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നൊക്കെയാണല്ലോ ഈ ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പശ്ചാത്തലമെല്ലാം വിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കുറേ ഞെരുക്കങ്ങളും കഷ്ടതകളും ഒക്കെ വരിക സ്വാഭാവികമാണ്. അപ്പം അതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇങ്ങനെ ഒരു ധ്യാനാനുഭവത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ഏതാണ്ട് 1990-ലാണ് എൻ്റെ ഭാര്യ, അവർ ഇടവകയിലെ കരിസ്മാറ്റിക് കൂട്ടായ്മയിലുള്ളതാണ്. അവരെല്ലാവരും കൂടി IMSൽ ഒരു ധ്യാനത്തിന് പോകുന്നതായിട്ട് പ്ലാൻ ചെയ്തു. അവർ ഞാനറിയാതെ തന്നെ എനിക്കും കൂടെ ടിക്കറ്റ് സീറ്റൊക്കെ ബുക്ക് ചെയ്തു. പറഞ്ഞു. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. പിന്നെ നിർബന്ധിച്ചു. അവരുടെ എല്ലാവരുടെയും ശ്രമകരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. അങ്ങനെ ധ്യാനത്തിന് പോയി 5 ദിവസം അവിടെ ധ്യാനമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മാത്രം അവിടെ ഒരു ദിവസം IMSൽ, ആലപ്പുഴയിലെ IMSലാണ് ധ്യാനത്തിന് പോയത്. അടുത്ത ആ ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്തു. അന്ന് വൈകിട്ട് അവിടെ രാത്രി ആരാധന ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ അടുത്ത ദിവസമാണ് ഇയാൾ വന്നത്. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാനത് എൻ്റെ പിറകിലോട്ട് പോകുക, 30 വർഷത്തിന് പിറകിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഇത് 30 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളതാണ്. കർത്താവിൽ ഒത്തിരി ആനന്ദിക്കുകയാണ്. എൻ്റെ കാരണം ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. എന്നിൽ തന്നെ ഒരു മാറ്റമുണ്ടായി എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നില്ല, എൻ്റെ പഴയ സുഹൃത്തുക്കളോട് അടുത്തോട്ട് പോകുന്നില്ല, കൂട്ടം കൂടി വർത്തമാനം പറയാൻ അങ്ങോട്ടും പോകുന്നില്ല, മറ്റ് അന്ന് ഉണ്ടായിരുന്ന ചില തഴക്ക ദോഷങ്ങളിലേക്കൊന്നും പിന്നെ പോകുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയും പ്രത്യേകിച്ച് ബൈബിളിനോട് ഒരു പ്രത്യേക ഒരു ആമുഖം തോന്നുകയും ബൈബിള് വായിക്കുന്നത് കൂടുതൽ താല്പര്യം കണ്ടെത്തുകയും ചെയ്യും. ബൈബിള് വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ധ്യാനത്തിന് ഇരിക്കുന്നത്, ആ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം എൻ്റെ ഭാര്യ എൻ്റെ കയ്യിലൊരു ബൈബിൾ വാങ്ങിക്കൊണ്ട് തരികയാണ്. ആദ്യമായിട്ട് ഞാൻ ബൈബിൾ കാണുന്നത് എൻ്റെ ഭാര്യയാണ് എനിക്കൊരു ബൈബിൾ വാങ്ങി തരുന്നത്. ആദ്യമായിട്ടാണ് ബൈബിൾ കാണുന്നതെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നിങ്ങളൊരു ക്രൈസ്തവ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച ആളാണല്ലോ. അതെ. അപ്പോൾ മുമ്പ് ബൈബിളൊന്നും വായിച്ചിട്ടില്ലായിരുന്നു? ഇല്ല, ഒരിക്കലും വായിച്ചിട്ടില്ല. എന്തായിരുന്നു? ആ ബൈബിൾ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊല്ലത്താണ്. ഇന്ന് കൊല്ലം കോർപ്പറേഷനാണ്. അന്ന് ഞങ്ങൾ ശക്തികുളങ്ങര പഞ്ചായത്താണ്. ശക്തികുളങ്ങര പഞ്ചായത്തിൽ D വാർഡ് എന്ന് പറഞ്ഞൊരു വാർഡാണ് ഞങ്ങളത്. ഇന്ന് കൊല്ലം കോർപ്പറേഷൻ്റെ 1-ാം വാർഡാണ്. അപ്പോൾ D വാർഡിൽ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മെമ്പർഷിപ്പ്, അറിയാലോ, CPMൻ്റെ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉള്ളത്. വളരെ കാലം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ. അപ്പോൾ അന്ന് ഞങ്ങളുടെ D വാർഡിൽ മെമ്പേഴ്സ് കൂടുതലാണ്, മെമ്പർഷിപ്പ് കൂടുതലാണ്. എൻ്റെ D വാർഡ് 2ആയിട്ട് വിഭജിച്ചു. D വാർഡ് തന്നെ Aയും Bയും ഉണ്ട്. അപ്പോൾ Bയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ലെവലിലൊക്കെ എത്തിയ ആളായിരുന്നു മുമ്പ്. ഞാൻ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു.
ഞാൻ കോളേജ് വിദ്യാഭ്യാസ കാലത്തും SFIയുടെ നേതാവായിട്ട് SFIയുടെ ഭാരവാഹിയായിട്ട് തന്നെ നിന്നു. ഈ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് ഈ CPMൻ്റെ ആ പാർട്ടി ആശയങ്ങളിലേക്കൊക്കെ ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നേരത്തെ അതിന് അങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും പാർട്ടി സുഹൃത്തുക്കളോടൊക്കെ അന്നൊക്കെ പറയാറുണ്ട്, ഞാൻ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അന്ന് എൻ്റെ നാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് കൊല്ലം ടൗൺ എന്ന് പറയുന്നത്. അവിടെയൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിരളമായിട്ടാണ്. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടൊക്കെ നിക്കറിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് SM കോളേജിൻ്റെ അടുത്ത് പ്രഭാത് ബുക്ക് ഹൗസ് എന്ന് പറയുന്ന ബുക്ക് ഹൗസ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ആരും കാണാതെ ബസ്സിൽ കയറി ഇവിടെ വന്ന്, അന്ന് വലിയ ദൂരമാണ്, ഇവിടെ വന്ന് പ്രഭാത് ബുക്ക് ഹൗസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങൾ വാങ്ങി, പ്രത്യേകിച്ച് കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാങ്ങി 10ാം സ്റ്റാൻഡേർഡിൻ്റെ പാഠപുസ്തകത്തിൽ വെച്ച് വീട്ടുകാർ അറിയാതെ രാത്രി ഒളിച്ചിരുന്ന് വായിച്ച് പഠിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ ആളാണ്. ആ പുസ്തകം വായിച്ചപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യം തോന്നി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. അതെ, ഞാനിപ്പോഴും എൻ്റെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. അവരോടൊക്കെ ഞാൻ പറയും, ഞാൻ ഇംഗ്ലാവ് വിളിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ ആളല്ല, ഞാൻ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ആളല്ല, ഞാൻ ആധികാരികമായി കമ്മ്യൂണിസം എന്താണെന്ന് പഠിച്ച്, വൈരുദ്ധ്യാത്മിക വർഗ സമരം എന്താണെന്ന് പഠിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ ആളാണ്. ചുമ്മാ ഒരാവശ്യത്തിൻ്റെ പുറത്ത് ചാടി വീണ ആളല്ല. അല്ല അല്ല അല്ല. അപ്പോൾ അങ്ങനെ നിന്നൊരു ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു കത്തോലിക്ക സഭയുടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികതയല്ല. അപ്പം അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ധ്യാനത്തിലേക്ക് പോകാൻ? അതിന് ഭാര്യയുടെ പ്രാർത്ഥനയായിരുന്നു അതിൻ്റെ കാരണം? 100 വട്ടം. അപ്പോൾ അത് സ്വാഭാവികമല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് സമ്മതിക്കുകയാണ്. സംതിങ് ഡിഫറെൻറ്റ് ഫ്രം നാച്ചുറൽ. സാധാരണ വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്. സാധാരണഗതിയിൽ പലരും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഈ ധ്യാനത്തിലേക്കൊക്കെ പോകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും വലിയ തകർച്ചകളൊക്കെ വന്ന് വലിയ രോഗമോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലരും ധ്യാനത്തിന് പോകുന്നത്. അപ്പോൾ അങ്ങ് ധ്യാനത്തിന് പോയത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെയുള്ള തകർച്ചകളൊന്നുമില്ല. അങ്ങനെയുള്ള തകർച്ചകളൊന്നുമില്ല. എങ്കിലും വെറുതെ അങ്ങ് പോയതാ? പോയി എൻ്റെ ഭാര്യ വിളിച്ചു, ഭാര്യയുടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഭാര്യയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ 2-3 ചേച്ചിമാർ, സീനിയേഴ്സ്, ഒരാളിപ്പോഴും 1-2 പേരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ അതിനുശേഷം എന്നോട് പറഞ്ഞു, അവരുടെയൊക്കെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ധ്യാനത്തിൽ സംബന്ധിക്കാൻ മനസ്സ് വെച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരനെയും മനസ്സന്തരത്ത് പറ്റുക? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് കൂടുതൽ കുറിഞ്ഞു പോകും. കാരണം നമ്മൾ ക്രാക്കോവിലെ മെത്രാനായിരുന്ന ആ പുണ്യപ്പെട്ട ആത്മാവാണല്ലോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഗർബച്ചോവിനെ, സോവിയറ്റ് റഷ്യയിൽ ഗർബച്ചോവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണെന്ന് രഹസ്യമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു സ്വാധീനമൊക്കെയാണ് സോവിയറ്റ് റഷ്യയിൽ അതിനുശേഷം സംഭവിച്ചതെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ സമയത്ത് അങ്ങ് പാർട്ടിയിലുണ്ടായിരുന്നോ, അതോ ആ സമയത്ത് ഈ ധ്യാനാനുഭവത്തിലേക്കൊക്കെ വന്നിരുന്നു? ധ്യാനാനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അതിന് മുമ്പാണ്. അപ്പോൾ അന്ന് ഈ സോവിയറ്റ് യൂണിയൻ തകരുന്ന ആ സമയത്ത് അന്നെന്തായിരുന്നു കാഴ്ചപ്പാട്? അന്നെന്താണ് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സഭയുടെ കാഴ്ചപ്പാടല്ലല്ലോ. കാരണം ഞാൻ സഭയുടെ കാഴ്ചപ്പാടല്ല, അന്ന് കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാടാണ്, അന്ന് പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. അപ്പം ഞാൻ അന്ന് അങ്ങനെ പറയുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നത് സഭ, ഐ ആം ദ ചർച്ച്, ഞാനാണ് സഭ. അപ്പം ഞാൻ സഭയാണ്. ഞാനാകുന്ന സമൂഹത്തെ, ഈ സൗഹൃദത്തെ കെട്ടിപ്പടുക്കാൻ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു, ഞാൻ വളരെ സന്തോഷമുണ്ട്, ആനന്ദം എന്നാണ് പറയേണ്ടത്. ഞാൻ സന്തോഷം എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കാറില്ല, ഞാൻ ആനന്ദം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദത്തിന് കാരണമായെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവ് യേശു മിശിഹായെ കണ്ടുമുട്ടി എന്നുള്ളത് മാത്രമാണ്. അത് ഈ ധ്യാനത്തിൻ്റെ അനുഭവത്തിലൂടെ സാധിച്ചിരുന്നു? ഈ ധ്യാനത്തിൻ്റെ അനുഭവത്തിലൂടെ സാധിച്ചു. എന്തായിരുന്നു ആ അനുഭവം? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാനം കഴിഞ്ഞു, ഞാൻ ധ്യാന ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇന്ന വചനം സ്വാധീനിച്ചു, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ശാരീരികമായി ഇന്ന അനുഭവം ഉണ്ടായി, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് എനിക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യയെ ഒത്ത് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു. അതിനടുത്ത ദിവസങ്ങളിലും നമുക്ക് അന്ന് വേണമെങ്കിൽ യാന്ത്രികമെന്ന് പറയാം, ഇന്ന് യാന്ത്രികമെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. യാന്ത്രികമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ അന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ അത് യാന്ത്രികമായിട്ടാണെങ്കിലും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, വിഭിന്നമായിട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ തോന്നി, എൻ്റെ മക്കൾക്ക് തന്നെ തോന്നി അപ്പന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഭാര്യയ്ക്കും തോന്നി ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ബൈബിൾ ഇങ്ങനെ വായിക്കുകയാണ്, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഭാര്യയുടെ പ്രയർ ഗ്രൂപ്പുകാർ, ഒരു ചേട്ടന്മാരും ഒരു ചേച്ചിമാരും കൂടെ എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നു.
ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം ഇരിപ്പുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു സ്തുതിക്കൂ എന്ന് പറഞ്ഞു. എനിക്കന്ന് ഈ സ്തുതിക്കാന്ന് പറയാൻ എന്തായാലും അറിയില്ല. അപ്പോൾ ഞാൻ എന്തോ എന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമം പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു പോയി. ഉടനെ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾ നാണം കെടുത്തിയല്ലോ മനുഷ്യരെ, നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇവർ ഇടവക പള്ളിയിൽ ഇവരുടെ മീറ്റിംഗ് ഉണ്ട് ഞായറാഴ്ച. അപ്പം ഞാനന്ന് പോയി ഇവരുടെ ഒപ്പം ഇരിക്കത്തില്ല, അവർ റൗണ്ടായിട്ടിരിക്കുമ്പോൾ ഇവരുടെ പിന്നിൽ മാറി ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയം ഇത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തനായ പ്രവർത്തകൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഒരാൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിരിക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് അത് ഒരു വലിയ കുറച്ചിലായിട്ടല്ലേ സാധാരണ ഫീൽ ചെയ്യുന്നത്? എനിക്കത് തോന്നിയില്ല. അങ്ങനെ തോന്നിയില്ല. അതാണ് ഞാനീ പറയുന്നത്, അങ്ങനെ തോന്നിയില്ല. അത് ഒരു ഡിവൈൻ ടച്ച് തന്നെയാണ്. അതിൻ്റെ കർത്താവ് എന്നെ സ്പർശിച്ചു എന്ന് ഞാൻ ആ ദിവസങ്ങളിലൊക്കെ തിരിച്ചറിയുകയായിരുന്നു. കർത്താവ് സ്പർശിച്ചു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 72 മണിക്കൂർ, അതായത് 3 ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാതെ ബൈബിൾ വായിച്ചിട്ടുണ്ട്, തുടർച്ചയായിട്ട് വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഇന്നും 72 മണിക്കൂർ വിശ്രമരഹിതമായിട്ട് എന്തും ചെയ്യാൻ പറ്റും, ഇന്നും ചെയ്യാം. അത്രയും ഒരു കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു ആനന്ദം ഇങ്ങനെ തരുതല്ലുകയാണ്. അതായത് വേദപുസ്തകം വായിക്കുന്നതിനനുസരിച്ച് ഈ ആനന്ദ ഉള്ളിൽ ഉള്ളിൽ ഇങ്ങനെ തിരതല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വളർന്ന് വർദ്ധിതമാനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് IMS ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചിട്ടു. വീട്ടിൽ വന്ന് എന്നെ എന്തിനു വേണ്ടി? അദ്ദേഹത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ IMS കൊണ്ടുവന്നു എന്നെ. പെട്ടെന്ന് ഞാൻ വേറെ ഒന്നും ഈ എന്താണ് പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, കരി വചനം പ്രഘോഷിക്കണം. ഒരു 20 മിനിറ്റ് ആണ്ടാണ്. അത് ഏത് വർഷമായിരുന്നു ഓർമ്മയുണ്ടോ? 91-ലാണ്. 30 വർഷം കഴിഞ്ഞു ആദ്യമായിട്ട് അവിടെ. IMS നിന്നാണ് ഈ പ്രസംഗ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതെ, ആ വിധത്തിൽ IMS കുടുംബമാണ്, അമ്മ വീടാണെന്ന് പറയാം. ഇന്നും IMS ശുശ്രൂഷ, ഇന്നും IMS ശുശ്രൂഷകൾ തുടർന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ അതുപോലെ തന്നെ ഞാൻ എവിടെ ആരംഭിച്ചോ, എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്തോ, അവിടെ നിന്നൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് ധ്യാന മന്ദിരം, അതിൻ്റെ ആരംഭ ദശയിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഇന്നും അവിടെയുണ്ട്, അവിടെ ശുശ്രൂഷ. ഈ ധ്യാന ശുശ്രൂഷ അനുഭവത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പഴയ ബോട്ടിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അതങ്ങനെ തന്നെ തുടർന്നോ? അവിടെയാണ് പ്രശ്നം. ബോട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബോട്ടിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ കൂടെ വേണം, അങ്ങനെ ഉള്ള ഒരു ഫീൽഡാണത്. പക്ഷേ ഇവിടെ എനിക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ധ്യാനത്തിന് പോവുക, മുഴുവൻ സമയം പോവുക. അന്ന് മുഴുവൻ സമയം ശുശ്രൂഷയാണ്. അന്നാണ് നമ്മൾ എന്തെന്നില്ലാത്ത ഏതോ ഒരു ശക്തി, അല്ല, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നമ്മൾ പോകുന്ന ധ്യാന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മൾ അഭിഷേകത്തിൽ വളരുന്നു, എല്ലാവരുടെയും ഒത്തിരി അപ്രീസിയേഷൻ കിട്ടുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ മടങ്ങി വീട്ടിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ബോട്ടിൻ്റെ മേഖലയിൽ തകരാറ്, ബോട്ടിൻ്റെ തകരാറ്, അല്ലെങ്കിൽ അത് റിപ്പയർ, അപ്പോൾ അത് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നു. പക്ഷെ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നെ ഒരിക്കലും തളർത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കിടന്നിട്ട്, നേരത്തെ പറഞ്ഞു ചാർലി ചാപ്ലിൻ്റെ കാര്യം, നിശബ്ദമായിട്ട് കരഞ്ഞിട്ടുണ്ട്. ഈ നഷ്ടങ്ങൾ ഒരുപാട് വരുന്നത് കൊണ്ടാണ്. അതെ, അന്നേരം വന്നു. അപ്പോൾ നമ്മൾ മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക് അന്ന്, തീരെ കുഞ്ഞുങ്ങളാണ് എൻ്റെ ഭാര്യ. അപ്പം ഞങ്ങൾ 4 പേരാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കണം, തുടർന്ന് അവർ വളർന്നു വരുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ഇതിൽ നിന്നാണ്. പക്ഷെ ഞാൻ ഈ വേലയ്ക്കായി, ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള വിഷമതകൾ ഉണ്ടാകുകയാണ്. ഞാനിങ്ങനെ കർത്താവിനോടൊന്നും ചോദിക്കാതെ കരഞ്ഞിട്ടുണ്ട്. കാരണം കർത്താവിനോട് ഒരിക്കലും, കർത്താവ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ അങ്ങനെ ചോദിക്കരുത് എന്നൊരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലേ കിട്ടി. നെവർ ആസ്ക് ടു ലോർഡ് വൈ. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ വേദന കൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പോണ്ടോ, കർത്താവ് ഇതിൻ്റെ പിന്നിലുള്ള പ്ലാൻ എന്താണ്? അങ്ങേക്ക് ഇതിൻ്റെ വാട്ട് ഈസ് ദ പ്ലാൻ ബിഹൈൻഡ് ഇറ്റ്? അങ്ങേക്ക് ഇതിൻ്റെ പിന്നിലുള്ള പ്ലാൻ എന്താണെന്ന് എന്താ മറുപടി കിട്ടിയിട്ടുണ്ട്? പലപ്പോഴും ചിലപ്പോഴൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പോഴൊക്കെ വിചാരിക്കും അത് കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ്. കർത്താവ് നമുക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും സംടൈംസ് ഹി പുട്ട് us into dark to prove that he is God. അതാണ്. ഈ ഞാനൊരു കാര്യം ഇടയ്ക്ക് ചോദിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ
സാധാരണ യിൽ നിന്നും അധികമായിട്ട് അവർ കൂടുതൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായി കണ്ടിട്ടുണ്ട്. ഒത്തിരി സഹനങ്ങൾ അവർ ഏറ്റെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം എന്താ സഹോദര? അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ശംസിയ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഒരു ഭൗതിക സുരക്ഷിതത്വം ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. ഈശോ ഒരു ഭൗതിക സുരക്ഷിതത്വവും തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ തൻ്റെ കൂടെ നടന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് രാത്രി എവിടെ തലചായ്ക്കുമെന്നും നാളെ രാവിലെ എവിടുന്ന് ഭക്ഷണം കഴിക്കും, എന്ത് കഴിക്കുമെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇല്ലായിരുന്നു. അതൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം വാസ്തവമായി തീരും? എത്രമാത്രം വാസ്തവമായി തീരുമെന്ന് പറഞ്ഞാൽ, എനിക്ക് വേറൊരാളുടെ കാര്യം പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റൂ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് സ്വർഗത്തിൻ്റെ ദൈവം കൊണ്ട് ഇട്ടു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇപ്പം ഞാൻ അങ്ങനെ തന്നെ പറയാം. സ്വർഗത്തിന് ദൈവം ഇട്ട് തന്ന് തന്നെയാണ് എൻ്റെയും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും ഉൾപ്പെടുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യം നടന്നത്. സ്വർഗത്തിന് ദൈവം ഇട്ട് തരുന്നത് പോലെ തന്നെ കിട്ടി തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഈ ബോട്ടിൻ്റെ ബിസിനസ്സൊക്കെ പിന്നീട് നിർത്തിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം 12 വർഷത്തിന് 15 വർഷത്തിന് ഇടയ്ക്കായിട്ടുണ്ടാവും അത് നിർത്തിക്കളഞ്ഞിട്ട്. അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഫ്രീ ആയി. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ നഷ്ടമില്ല. പക്ഷേ ഒത്തിരി ഞെരുക്കങ്ങൾ വന്നു. ഒരുപാട് ഞെരുക്കങ്ങൾ വന്നു. ഒരുപാട് പൈസയും കിട്ടിയിട്ടുണ്ട്. വരുമാനം ഇല്ലാതെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പൈസ അതിൽ കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാം, ഒരുപാട് പൈസ അതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഞെരുക്കങ്ങളുണ്ടായി. നല്ല ഞെരുക്കങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ഒരിക്കൽ എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, താൻ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുവാചനം പ്രസംഗിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അപ്പൻ ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ താൻ പ്രസംഗിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് വരുന്നത് വരെ പ്രസംഗിക്കും. കർത്താവ് വരുന്നവരെ ഉള്ളല്ലോ പ്രസംഗം, അതിനുശേഷം ആരും പ്രസംഗിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് വരുന്നവരെ പ്രസംഗിക്കും. പ്രസംഗിച്ചത് കൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചു. ഇപ്പം എൻ്റെ അപ്പന് ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ അപ്പനുണ്ട്. എൻ്റെ അപ്പന് 95 വയസ്സുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ്. അപ്പൻ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ കോവിഡ് ബാധിച്ചു. അപ്പനും ബാധിച്ചു. എൻ്റെ ഇളയ പേരക്കുട്ടി 4 വയസ്സുള്ള അതിനും ബാധിച്ചു. ഞങ്ങൾക്ക് 7 പേർക്ക് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ എല്ലാവരും സുഖപ്പെട്ടു നല്ല കർത്താവ് സുഖപ്പെടുത്തി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഇപ്പം എൻ്റെ അപ്പൻ അറിയാം കാര്യങ്ങളല്ല. അപ്പന് ബോധ്യപ്പെട്ടു, മകൻ്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഈ ഒത്തിരി ഞെരുക്കങ്ങളിലൂടെയൊക്കെ പോയപ്പോഴേ ഈ കുറേ എതിർപ്പുകളും ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണല്ലോ. ഈ എതിർപ്പുകൾ ഡയറക്റ്റായിട്ട് നേരിട്ട് വന്ന് എതിർത്തില്ലെങ്കിലും ഞാൻ കേൾക്കാതെയും കാണാതെയൊക്കെ ഒരുപാട് പേരങ്ങനെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് എല്ലാവർക്കും നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട്. അങ്ങനെ ഉള്ള സന്ദർഭങ്ങളെയൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ അതിജീവിക്കാൻ പറ്റിയത്? അതിനെ അതിജീവിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. ആരോട് നേരിട്ട് തിരിച്ചെതിർക്കാൻ പോയില്ല? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് നമ്മുടെ വഴിയല്ല. അത് നമ്മുടെ വഴിയല്ലെന്ന് മാത്രമല്ല, ഈ പറയുന്നവരെല്ലാവരും നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ അവർക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടില്ല. എന്ന് പറയാം. അതാണ് നമ്മുടെ കാഴ്ചപ്പാട് അവരുടെ കാഴ്ചപ്പാട് തമ്മിൽ വ്യത്യാസമാണ്. നമുക്ക് സ്നേഹമുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. ഇപ്പോഴും സ്നേഹമുണ്ട്. സുഹൃത്തുക്കൾ എല്ലാവരും തമ്മിൽ ഇപ്പോഴും സ്നേഹത്തിലാണ്. കാരണം നമുക്ക് എൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കൊരു വ്യക്തിപരമായ ദൈവാനുഭവം, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി. അവിടെ എനിക്കൊരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഒരു എൻകൗണ്ടർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ ആളാണ്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി കഴിയുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിളിയാണ്. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവുമായിട്ട് നമ്മളിങ്ങനെ നിരന്തരം ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ, ഞാൻ പറയും കർത്താവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോട്ട് മീറ്റിംഗ്, നമ്മൾ ഒരു മീറ്റ് ചെയ്യുക മാത്രമല്ലല്ലോ. ഒരു എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ, എൻകൗണ്ടർ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാറ്റിലും ഉപരി അവനെ സ്നേഹിക്കുക. ബാക്കി എല്ലാറ്റിനും ഉപരി എന്നെ സ്വാധീനിക്കുന്ന ഏക ഘടകം എൻ്റെ കർത്താവ്. അങ്ങനെ എല്ലാറ്റിലും ഉപരി കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ, ഭൗതിക ജീവിതത്തിലെ നഷ്ടങ്ങളൊന്നും അതൊരു വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല. നഷ്ടമല്ലാതായി മാറി. അതൊക്കെ നഷ്ടമേ അല്ലാതായി മാറി. എല്ലാറ്റിലുപരി കർത്താവിനെ സ്നേഹിക്കുക, എല്ലാറ്റിലുപരി കർത്താവിനാൽ സ്വാധീനിക്കപ്പെടുക. എല്ലാറ്റിലുപരി കർത്താവിനാൽ സ്വാധീനിക്കപ്പെടുക. ഈ കർത്താവിനാൽ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തിക്ക്, ആ വ്യക്തിക്കാണ് ഒരു വിളിയുള്ളത്. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റെന്തിനേക്കാൾ വിലയുള്ളതാകയാൽ നേട്ടമായിരുന്നതെല്ലാം ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അതിന് തുടർച്ച പറയുന്നത് ഇത് കർത്താവിനെ നേടുന്നതിനും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവിനെ നേടുന്നതിനും എന്ന് പറഞ്ഞാൽ ഒന്നായി കാണപ്പെടുന്നത്. ഈ കർത്താവിനെ നേടുക, ക്രൈസ്റ്റ് ഈസ് മൈ റൈറ്റ്, ക്രിസ്തു എൻ്റെ അവകാശമാണ്.
ആണ്. അപ്പോൾ ഈ സഹനങ്ങളെയൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണോ അങ്ങ് കണ്ടത്? അതായത് ഇതെല്ലാം എൻ്റെ ഒരു അവകാശമാണെന്ന് സ്വീകരിച്ചോ? അതെ, നമുക്ക് ദൈവവചനം ക്രിസ്തുവിൻ്റെ അവകാശമാണ്. നമുക്ക് തിമോത്തിയുടെ 2-ാമത്തെ ലേഖനത്തിൽ 3:12 പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ആകയാൽ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഈ പീഡിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡയമെൻഷൻ അല്ലല്ലോ. അല്ലേ കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ ദേഷിക്കും, ലോകം നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, ചിലപ്പോൾ ജീവിത പങ്കാളി, മക്കൾ. എനിക്ക് ജീവിത പങ്കാളി മക്കളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കൾ. അപ്പോൾ ഈ എല്ലാ ഭാഗത്തും നമ്മൾ പോവുകയും വരികയും ചെയ്യുന്ന എല്ലാ മേഖലകളും, ആ മേഖലകളിൽ എല്ലാം നമ്മൾ പീഡിപ്പിക്കപ്പെടും. അപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ഇതെൻ്റെ റൈറ്റാണ്, ഇതെൻ്റെ അവകാശമാണ്. സഹനം ക്രിസ്തു ശിഷ്യൻ്റെ അവകാശമാണ് സഹനം എന്ന് മനസ്സിലാക്കുന്നതാണ്. ജെയിംസ്, നമുക്ക് നമ്മുടെ കാല് ഒന്ന് തട്ടി മുറിഞ്ഞു, നമുക്കറിയാം ഇത് മരുന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ മുറിവ് ഉണങ്ങും, സുഖപ്പെടും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും ആ തട്ടി മുറിഞ്ഞപ്പോഴുള്ള വേദനയും മരുന്ന് വെക്കുമ്പോഴുള്ള നീറ്റലും അത് നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ദൈവിക കാഴ്ചപ്പാടോടുകൂടി ഇതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും, ഈ സഹനം നമ്മുടെ അവകാശമാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഈ വേദന നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതെ. അപ്പം അങ്ങനെയുള്ള വേദന അനുഭവിക്കുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നിയിട്ടുണ്ട്? അങ്ങനെയുള്ള വേദന അനുഭവിക്കുമെന്ന് പറഞ്ഞു ഞാനിതാണ് പറഞ്ഞത്. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്, സാധാരണയുള്ളതിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവോന്മുഖമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ നയിക്കപ്പെടുമ്പോഴത്തേക്ക് ഈ ഭൗതികമായ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ വേദന അനുഭവിച്ചാലും, ഞാൻ ഒരു 2007 ക്യാൻസർ പിടിച്ച് ഒരു സർജറിയിലൂടെ കടന്നുപോയ ആളാണ്. ശരി. ക്യാൻസർ രോഗം വന്ന് 2007 എറണാകുളത്തുള്ള PVS ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു എൻ്റെ സർജറി. എന്ത് ക്യാൻസർ ആയിരുന്നു? എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് സർജറി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സർജനാണ്. അവർ റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഇതുവരെ ഇത് 3 പേർക്കേ ചെയ്തിട്ടുള്ളൂ, 4ാമതാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അവിടെ എൻ്റെ ഭാര്യയുണ്ട്. സർജറിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ വീൽ ചെയറിൽ കയറിയിരുന്നു. എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളേറെ ഉണ്ടെല്ലാവരും താഴെ. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ എൻ്റെ ശിരസിൽ 2 കരങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. എന്നെ നേരെ കൊണ്ടുവന്ന് ലിഫ്റ്റിൽ കൊണ്ടുവന്ന് വിടുകയായിരുന്നു. ആ ഡോക്ടേഴ്സൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ഡോക്ടർ സനൽ, ഞാൻ പറഞ്ഞു അങ്കമാലിക്കാരനാണ്, അദ്ദേഹം അതിലുള്ളതാണ്, കരിസ്മാറ്റിക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് സർജറിക്ക് ശേഷം വന്ന് പറഞ്ഞു, ബ്രദർ വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരുന്നു, ഞങ്ങൾ ഒരുപാട് അസ്വസ്ഥത ഞങ്ങൾ പ്രതീക്ഷിച്ചു, കർത്താവിൻ്റെ വലിയ കാരുണ്യം പ്രകടമായിരുന്നു. അങ്ങനെ അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പോലും നമ്മൾ പതറിയില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഹോസ്റ്റലിലാണ്. എൻ്റെ ഒരു മോള് അന്ന് തിരുവല്ലയിൽ മാക്ഫാസ്റ്റിൽ പഠിക്കുന്നു, ഒരു മോള് പുഷ്പഗിരി പഠിക്കുന്നു. 2 മക്കളാണ്. 2 മക്കളാണ്. ഈ 2 കുഞ്ഞുങ്ങളും ഇത് അറിഞ്ഞില്ല, അപ്പൻ്റെ സർജറി നടക്കുന്ന വിവരം അറിഞ്ഞില്ല. അതിനുശേഷമാണ് അവരെ അറിയിച്ചത്. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാം, എൻ്റെ 2 കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കല്യാണപ്രായമൊക്കെ ആയി വരുന്നു, ഒന്നും ആയിട്ടില്ല, ഞാനിങ്ങനെ ആയിപ്പോയി, എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി? ഒരാലോചിച്ചില്ല. അങ്ങനെയുള്ളൊരു ചിന്തയെ വന്നില്ല. അങ്ങനെ ഒരു ചിന്തയെ വന്നില്ലെന്ന് പറഞ്ഞാൽ അത്തരുണത്തിൽ കർത്താവ് അവനോട് എന്നെ ചേർത്ത് നിർത്തുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. കാരണം ഞാൻ എല്ലാ മേഖലകളിലും, നേരത്തെ ബിനോയ് പറഞ്ഞത്, ചാർലി ചാപ്ലിൻ മഴയത്തിറങ്ങി നടക്കുന്നു കരയണമെന്ന് തോന്നുമ്പോൾ, അതുപോലെ തന്നെ വിശ്വസാഹിത്യനെ കസാൻ സാക്കിൻസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉള്ളു നിറയെ കരച്ചിലാണ്, എൻ്റെ ഉള്ളു നിറയെ കരച്ചിലാണ്. ആ കരച്ചിലെല്ലാം ഞാൻ എൻ്റെ എഴുത്തുകളിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കരച്ചിൽ കാണാം എന്നാണ് പറയുന്നത്. ഞാനത് 2ഉം കൂടെ വെച്ച് ഒരു താരതമ്യം ചെയ്തിട്ട്, അവരുടെ 2 പേരും, ഒരാൾ മറ്റുള്ളവരെ കാണാതിരിക്കാൻ മഴയത്ത് കരയുന്നു, ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉള്ളു നിറയെ കരച്ചിലാണെന്ന് സമ്മതിക്കുക, അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ അത് എടുക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ അവർ ഇതിനെ കണ്ടതിനേക്കാൾ വ്യത്യസ്തവും വളരെ ശ്രേഷ്ഠവുമായ മാനമാണ് ക്രിസ്തീയ സഹനത്തിനുള്ളതെന്ന്. അതാണ് നമുക്കൊരു കൃത്യമായ ഒരു ആൻസർ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഈ സഹനത്തെ വീക്ഷിച്ചത് എന്ന് ഒരു ഒറ്റവാക്യത്തിൽ പറയാൻ പറ്റും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ സഹനം, ഈ വേദന, ഇത് ഞാൻ അനുവദിക്കുന്നില്ല, ഇത് ഞാൻ അർഹിക്കുന്നതല്ല. അങ്ങനെ ഒരു മനോഭാവം ഒരിക്കലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് ഈ ക്ലേശം വന്നു?
ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന ആളാണ്, സുവിശേഷത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്, എന്നെ തന്നെ എൻ്റെ കുടുംബം തന്നെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഹനം വന്നു? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ശാരീരിക, മാനസിക, ആത്മീയ ക്ലേശങ്ങളും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും സഹനങ്ങളും എല്ലാം ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഉള്ളിലിട്ട് അതിനെ ദഹിപ്പിച്ച് ക്രിസ്തുവിൽ എന്ന് പറഞ്ഞ ക്രിസ്തു സ്നേഹത്തിൽ അതിനെ സ്ഫുടം ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വേദനകളും നമ്മുടെ ഈ അരിഷ്ടതകളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മുടെ ഉള്ളിലിട്ട്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. ഞാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ട ആളാണല്ലോ, ഞാൻ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കണ്ടേ? വിളി സ്വീകരിച്ചാൽ മാത്രം പോരല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങ് അർത്ഥമാക്കുന്നത് നിശബ്ദമായിട്ട് സഹിക്കണം എന്നാണ് ഈ പറയുന്നത്. ഞാൻ നമ്മുടെ ഉള്ളിലിട്ട് ഈ സഹനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിട്ട് ഇത് സഹിച്ച് ഇതിനെ ഉള്ളിലിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കണം. കർത്താവിൽ നമ്മൾ സ്ഫുടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ നമ്മൾ സ്ഫുടം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്നേഹ വിസ്ഫോടനമാണ്. എന്നാൽ ഒരു 2-3 പേരോട് നമ്മുടെ ഈ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ ഒരാശ്വാസമൊക്കെ കിട്ടത്തില്ലേ? പറഞ്ഞുകൂടാന്നില്ലല്ലോ ഇത്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഹൃദയം തുറക്കാവുന്ന നമ്മുടെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം. പറഞ്ഞുകൂടാ എന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു വശം പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വശം പറയുകയാണ്. അപ്പോൾ ബിനോയ് പറഞ്ഞാൽ അതങ്ങനെ പറഞ്ഞുകൂടാ എന്നില്ല, നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള അനുഭവം പറയുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്ത് ഇതിൽ ഞാൻ ഉരുക്കി വാർത്തെടുക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്നിൽ സംഭവിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വിസ്ഫോടനമാണ്. ഞാൻ ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ വിസ്ഫോടനം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് എല്ലാത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്ദ്രതയുണ്ട്. മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള ആ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഭയപ്പെടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു വശക്കെടുത്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് വായിച്ചൊരു സംഭവമാണത്. അതായത് സഹനത്തിൻ്റെ മുൾമുനയിൽ നിന്ന് സംഘനൃത്തം ചെയ്യുന്നവരാണ് നമ്മൾ. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേ. ഈ അരങ്ങത്ത് നിറയെ മുള്ളുകളും കല്ലുകളുമാണ്. ഈ അരങ്ങത്ത് നിന്ന് നമ്മളിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ അരങ്ങത്തിലെ മുള്ളുകളും കല്ലുകളും എല്ലാം നമ്മളെ നശിപ്പിക്കും, നമ്മളെ വേദനിപ്പിക്കും. നമ്മൾ ഈ അരങ്ങത്ത് രക്തം വാർന്നൊലിച്ച് തകർന്ന് വീഴും. അപ്പോൾ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ ഈ മനുഷ്യൻ കടന്നു വന്ന് നമ്മളെ നോക്കി ഇന്ന് ചിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശുശ്രൂഷയിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ ആ വ്യക്തികളെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ ഉള്ളിൽ നാമും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായും തമ്മിലുള്ള ഐക്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദവും നമുക്ക് ഇതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപ തരും. ഇത് ഈ നമുക്ക് ചുറ്റും നിന്ന് പരിഹസിക്കുന്ന ലോകത്തിന് മനസ്സിലാകത്തില്ല. അതാണ് പറഞ്ഞത്, രംഗബോധമില്ലാത്ത കോമാളി അവർക്കിത് മനസ്സിലാകത്തില്ല. രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ ലോകം കടന്നു വന്ന് നീ ഒരു പരാജയമാണ്, നീ പോക്കാണ്, നീ നഷ്ടപ്പെട്ടു പോയി. അവനറിയുന്നില്ല നമ്മുടെ ആനന്ദം. ഇപ്പൊ 2 മേഖലകളാണ് അങ്ങ് പറഞ്ഞത്. ഈ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദവും ഒപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതൊരു വലിയൊരു ബലമാണത്. കാരണം നമ്മുടെ ഒരു ശുശ്രൂഷയിലൂടെ തകർന്നു കിടന്ന ഒരു മനുഷ്യൻ അവൻ ഇന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും അതിലുപരി ദൈവത്തിനും പ്രയോജനപ്പെടുന്നവനായി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നേട്ടമുണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടെന്നുള്ള ആ സത്യം നമ്മൾ തിരിച്ചറിയും. അപ്പോൾ അവിടെയാണ് ഞാൻ കർത്താവിൻ്റെ ആളാണ്, കർത്താവിനെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ അടുത്ത് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, സഹോദര, നമ്മൾ ഈ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് നിരാശ പാടില്ല, പരാതിയും പാടില്ല. ഞാൻ എൻ്റെ അടുത്ത് സഹകരിക്കുന്നവരോടാണല്ലോ നേരത്തെ പറഞ്ഞ സങ്കടം ഉണ്ടെങ്കിൽ പങ്കുവെക്കുക. ഒരാളോട് പോലും ഞാനൊരു നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. ഒരാളോട് പോലും ഒരു സങ്കടത്തിൻ്റെ ഒരു വാക്ക്, ഒരു പരാതി പറഞ്ഞിട്ടില്ല. കാരണം ഈ സങ്കടം, പരാതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മുടെ ആനന്ദം നഷ്ടപ്പെടുത്തും. ജെയിംസ് ചേട്ടൻ്റെ ഈ അനുഭവങ്ങൾ ഇത് വളരെ രസകരമായിട്ട് തോന്നുന്നു. നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇതിനകത്തൂടെ എല്ലാം. കാരണം പലരും ഇങ്ങനെ ഈ സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയൊക്കെ ഒരു കെട്ടഴിച്ച് പരാതി പറയുന്ന അനുഭവത്തിൽ, പ്രത്യേകിച്ച് ഒത്തിരി ശുശ്രൂഷകർ പോലും. അപ്പം അങ്ങനെയുള്ളവരുടെ നടുവിൽ പരാതിയില്ലാതെ ജീവിതത്തിലെ സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അല്പം കൂടെ വിശദീകരിച്ച് അങ്ങയുടെ അനുഭവങ്ങളെ കേൾക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കും. താങ്ക് യു.